ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ജനുവരി 15 തൊട്ട് 30 വരെയ്ക്ക് ലാസ്റ്റ് വരെയ്ക്കുള്ള 31 വരെയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ദിവസ ഫലമാണ് പറയുന്നത്. മിഥുനൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുനൻ രാശിക്കാർക്ക് ചാരവാസാൽ 4-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ശുക്രൻ, 7-ാം ഭാവത്തിൽ ചൊവ്വ ബുധൻ, 8-ാം ഭാവത്തിൽ സൂര്യൻ, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ വ്യാഴൻ. ഇതാണ് ഗ്രഹസ്ഥിതി. മിഥുനൻ രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ വരും എന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ആ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും, അതായത് ഭവന സംബന്ധമായിട്ടുള്ള കാര്യമായാലും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും അതുപോലെ റെയിൽവേ സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും അതെല്ലാം കുറച്ച് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. 7-ാം ഭാവത്തിൽ ചൊവ്വയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെയാണ് ഭൂമി കാരകനല്ല, ചൊവ്വൻ്റെ അത്ര ക്ലിയർ അല്ല എന്നുള്ള കാരണത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും ചില പ്രശ്നങ്ങൾ വരുന്ന ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ചെയ്യണം. ശിവലിംഗൽ, ഇളനീർ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, എണ്ണ വിളക്ക്, ശിവലിംഗത്തിൻ്റെ പിന്നിൽ കത്തുന്ന വിളക്കിനുള്ള എണ്ണ വിളക്ക്, കൂവളമാല എന്നിവ നടത്തുന്നത് മൂലം അങ്ങനെയുള്ള ദോഷങ്ങൾ വന്ന് ചേരാതിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. കേസ് വഴക്കുകളിൽ നിൽക്കുന്നവർക്കെല്ലാം കുറച്ച് ഡിമ്മായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ പരിഹാരം മൂലം അത് നിവൃത്തിയായിട്ട് വരുന്നതാണ്. ഭാഗ്യം പൊതുവെ തെളിഞ്ഞ് തന്നെ കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം ഉള്ളൊരു സമയമാണ്. വ്യാഴത്തിൻ്റെ 15-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെത് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കും ധനാഗമ സാധ്യത്തിനും ധനലാഭത്തിനും ഭാഗ്യവർദ്ധനയ്ക്കും ഉപകാരപ്രദമായി കാണുന്നുണ്ട്. കർമ്മമേഖല, തൊഴിൽ മേഖല കുറച്ച് കൂടുതലായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും കൂടുതൽ മേന്മ വരുവാനുള്ള സാധ്യതയെല്ലാം ഈ സമയങ്ങളിൽ കാണുന്നുണ്ട്. ഭവന സംബന്ധമായിട്ടുള്ള വർക്കുകളും ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉചിതകരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, വാഹന സംബന്ധമായിട്ട് പുതിയ വാഹനങ്ങൾ എടുക്കാൻ തീരുമാനിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് ഉള്ളത്. അതുപോലെ വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുന്നവർക്കെല്ലാം അത് ഗുണമേന്മയായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐക്യത അഭിവൃദ്ധിയും എന്ന് ചേരുവാനും സന്താനങ്ങളെ കൊണ്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം നിവൃത്തി ചെയ്യാനുള്ള സമയങ്ങളും കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർ, സിവിൽ സർവീസ് ആണെങ്കിലും സേനാധിപത്യം വയ്ക്കുന്ന, അതായത് പോലീസ് വകുപ്പിലാണെങ്കിലും അതുപോലെ കലാകായിക മേഖല പ്രവർത്തനങ്ങളിലുള്ളവരാണെങ്കിലും കുറച്ചൊരു ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത്. ജോലിയിൽ ശ്രദ്ധ വേണം എന്നുള്ളത് പറയുന്നത്. അതുകൂടി കുറച്ച് സഹകരിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് 2 ആഴ്ച കാലത്തിലേക്ക് വരുന്നത്. വിവാഹാദി മംഗളകർമ്മങ്ങൾ ഉറപ്പിച്ചു വെച്ചതെല്ലാം ഭംഗിയായി നടക്കുവാനും എൻഗേജ്മെൻറ്റുകൾ നടക്കുവാനുള്ള സാധ്യതയും പുതിയ ഭവന നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുവാനും പുതിയ ഭൂമി വാങ്ങിക്കുവാനുമുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. പുതിയ ഭൂമി വാങ്ങിക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലയളവിലേക്ക് എഗ്രിമെൻ്റ് ഇട്ട് നിർത്തുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞ് മതി എന്നുള്ളതാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കുറച്ചൊരു ശ്രദ്ധ വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു കാര്യത്തിന് പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. കുറച്ച് ആലോചിച്ചതിന് ശേഷം വന്ന് എടുക്കാൻ വേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണസംബന്ധമായിട്ടുള്ള മേഖലയാണ് കാണുന്നത്. അവനെ പറയുന്ന വാക്കുകൾക്കെല്ലാം ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവം തന്നെ കാണുന്നത്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഗുണമേന്മയുണ്ടാവാനും ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനും ധന അഭിവൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വന്ന് ചേരുവാനുള്ള സാധ്യതയും മംഗളകർമ്മങ്ങളെല്ലാം പരന്ന് നടക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 15 ദിവസം മിഥുന രാശിക്കാർക്ക് കുഴപ്പമില്ലാത്തൊരു മാസം തന്നെയാണ് കാണുന്നത്. നമസ്കാരം.